ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുവരെ ഇട്ട വീഡിയോയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഒന്ന് പ്രസവിക്കാൻ വേണ്ടി പോവാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ പ്രസവം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിനക്കൊക്കെ പോയി പ്രസവിച്ചാൽ പോരെ, എന്തിനാ ഈ വീഡിയോ ചെയ്ത് നാട്ടുകാരെ കൂടെ കാണിക്കുന്നു എന്നൊക്കെ കമൻറ്റ് വരാം, ആൾക്കാർ ചിന്തിക്കാം. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല. കുറേ കാലം കഴിയുമ്പോൾ ഞാനിങ്ങനെയായിരുന്നു പ്രസവിച്ചത്, എൻ്റെ പ്രസവം എക്സ്പീരിയൻസ് ഇതൊക്കെ ആയിരുന്നു എന്നൊക്കെ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെക്കുന്നൊരു വീഡിയോ ആണ്. കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പിന്നെ എനിക്കത് വീണ്ടും എടുത്ത് കാണാനും കൂടെ വേണ്ടിയിട്ടാണ്, എൻ്റെ കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിനാണ് പ്രസവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാർ എനിക്ക് ഭയങ്കര അലർജിയുള്ളൊരു കാര്യമാണ്. കാരണം വോമിറ്റിംഗ് ടെൻഡൻസി ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വടകര റെയിൽവേ സ്റ്റേഷൻ വരെ കാറിന് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രെയിനിനാണ് പോകുന്നത്. എനിക്ക് 9 months ആയി. കാർ യാത്രയിൽ എനിക്ക് എപ്പോഴും ബാക്ക് പെയിൻ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനൊരു 7 months തുടങ്ങിയ ട്രെയിൻ യാത്രയാണ്. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്രയും എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഇന്ന് ഡോക്ടർ അവിടെ അഡ്മിറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതിനെപ്പറ്റി എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. എന്ത് നടക്കുമെന്ന് പോലും എനിക്ക് അറിയുണ്ടായിരുന്നു. ഞങ്ങളിവിടെ പേ വാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പെർ ഡേ 500 രൂപയാണ് പേ വാർഡിന് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ പേ വാർഡ് എടുത്താലും ഫസ്റ്റ് ഡേ നമ്മൾ എന്തായാലും വാർഡിൽ തന്നെ നിൽക്കണം. 21ാം വാർഡായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നിവിടെ നിന്നിട്ട് നമ്മുടെ കേസ് ഷീറ്റൊക്കെ ഡോക്ടേഴ്സ് തയ്യാറാക്കിയിട്ട് നമുക്ക് പിറ്റേ ദിവസമാണ് പേ വാർഡിലേക്ക് നമ്മളെ വിടുക. അപ്പം നമ്മൾ ഇന്ന് ഈ വാർഡിൽ നിൽക്കണം. അപ്പോൾ ഇന്ന് പുലർച്ചെ 4 മണിയായപ്പോഴാണ് എൻ്റെ കേസ് ഷീറ്റ് തയ്യാറാക്കിയത്. പിന്നെ അതിനുശേഷം ഡോക്ടേഴ്സ് വരും, നമ്മളെ ചെക്ക് ചെയ്യും. നമ്മുടെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്നെ പേ വാർഡിലേക്ക് വിട്ടത്. 118 ആണ് ഞങ്ങളുടെ റൂം നമ്പർ വരുന്നത്. ഓരോ ഫ്ലോറിലും നമുക്ക് നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാകും. അവിടെ എപ്പോഴും നേഴ്സ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ ചെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ദിവസം വാർഡിൽ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പേ വാർഡിലേക്ക് വന്നപ്പോൾ ഒരു വിജനത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പേ വാർഡ് ചൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് വാർഡ് ചൂസ് ചെയ്യാം. അത് നമ്മുടെ താല്പര്യാർത്ഥം ചെയ്യാവുന്നതാണ്. നമ്മൾ പേ വാർഡിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടെ എല്ലാ ദിവസവും രാവിലെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയത്ത് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് ഏതാണോ വാർഡ് കിട്ടിയത് ആ വാർഡിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി, ഇവിടെ വൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ മാത്രമാണ് ഡോക്ടർ നോക്കുകയുള്ളൂ. അപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ആകുമ്പോൾ നമ്മൾ തയ്യാറായി ഒരു 8 o'clock ആകുമ്പോൾ ഞാൻ എൻ്റെ വാർഡിലേക്ക് പോകുമായിരുന്നു. എനിക്ക് 7 months തുടങ്ങി ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസുലിൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസുലിനൊക്കെ നമുക്ക് നമ്മുടെ പേ വാർഡിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ നമുക്ക് ചെയ്തു തരും. അതിനൊന്നും നമ്മൾ വാർഡിലേക്ക് പോകേണ്ട കാര്യമില്ല. ടാബ്ലറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നമ്മളതിന് വാർഡിൽ പോകണം. പക്ഷേ ഡോക്ടേഴ്സ് റൗണ്ട്സിന് ഇങ്ങോട്ടേക്ക് വരില്ല. ബിഫോർ ഡെലിവറി നമ്മൾ വാർഡിൽ തന്നെ പോയിട്ട് ഡോക്ടറെ കാണണം. ആഫ്റ്റർ ഡെലിവറി നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഡോക്ടർ വന്ന് നമ്മളെ ചെക്ക് ചെയ്യും. ഇവിടെ നമ്മൾ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊതുക് ശല്യം കുറച്ചധികമാണ്. അതൊഴിച്ചാൽ ബാക്കിയൊന്നും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നമുക്ക് ഈ ഹോട്ടൽ ഫുഡൊക്കെ മടുക്കും. പക്ഷേ ദൈവം സഹായിച്ച് എൻ്റെ സിസ്റ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവളുടെ റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഹോംലി ഫുഡ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. ഒരു പഴയ റൂമിൻ്റെ സെറ്റപ്പാണ്. പക്ഷേ നമുക്ക് നിൽക്കാൻ അത്രയും ധാരാളം. വാർഡിനെ സംബന്ധിച്ച് നമ്മുടെ പ്രൈവസി ഒക്കെ നമുക്ക് നല്ലത് നമുക്ക് ഇങ്ങനെയൊരു സെറ്റപ്പ് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഒരു ടേബിൾ, പിന്നെ ചെയർ, പിന്നെ ഒരു വാഷ്റൂം. ഇതാണ് നമുക്ക് ഈ ഒരു റൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരു 2-3 പേർക്ക് നിൽക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഞാൻ ഒരുപാട് പേരോട് മെഡിക്കൽ കോളേജിലെ ഡെലിവറി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള അനുഭവമാണ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരു 2026 ആണിത്, ഏപ്രിൽ മന്താണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സാണെങ്കിലും നഴ്സുമാരാണെങ്കിലും എല്ലാവരും നമ്മളോട് നല്ല രീതിയിലുള്ള അപ്രോച്ചാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എവിടെ നിന്ന് പ്രസവിക്കണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അപ്പം നമ്മൾ പേ വാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല. പേ വാർഡ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതും കൂടെ നിങ്ങൾ ഓർക്കുക. ഒരു ദിവസം അച്ഛൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് നല്ല കപ്പയും
നല്ല ചിക്കൻ ഫ്രൈയും ആണ്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു രേഷ്മേച്ചി ആൻഡ് സ്മിതേച്ചി. അവരാണ് നമ്മുടെ വീട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലുള്ളതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഫുഡൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ, ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇന്ന് കഴിച്ച ഫുഡൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കുറേ കാലം കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വെക്കുന്നത്. ഇപ്പം ഞാൻ കണ്ണ് നട്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് അബ്രോഡിൽ നിന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ മൂപ്പരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ് വരുന്നത്. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കറിയാം, മസാല ദോശയോടും നെയ് റോസ്റ്റിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമായിരിക്കും നമുക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കുക. ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഏരിയയിൽ എവിടെ നല്ല ഫുഡ് കിട്ടും എന്ന് ചോദിച്ചാൽ കോവൂർ ഭാഗത്ത് അത്യാവശ്യം നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ മേടിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കോഫി ഹൗസിൽ ഉള്ള ബിരിയാണിയും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു മടുപ്പ് വരുമ്പോൾ നമ്മളത് ട്രൈ ചെയ്യായിരുന്നു. അല്ലാത്തപ്പോൾ മിക്ക ദിവസങ്ങളിലും അനിയത്തിയുടെ റൂമിൽ നിന്നാണ് കുക്ക് ചെയ്തിട്ട് നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ റൂമിലേക്കൊരു 10 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസാണ് ഇവിടെ നമ്മുടെ പേവാർഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. എല്ലാ വിസിറ്റേഴ്സിൻ്റെയും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തു വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിഫോർ ഡെലിവറി ആയതുകൊണ്ടാണ് ഞാൻ സോണിയേച്ചിയുടെയും ഷാജിയേട്ടൻ്റെയും ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ കാണാൻ അത്രയും ദൂരം നിന്ന് വന്നതാണ്. കൂടാതെ എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, മാമ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെയൊന്നും വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സോറി. അപ്പോൾ വാർഡിലാണെങ്കിൽ ബൈസ്റ്റാൻഡറായിട്ട് ഒരാളെ നിൽക്കാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് പേവാർഡ് ആയതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് അലൗഡ് ആണ്. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് വരികയാണെങ്കിൽ, നമുക്ക് കൂടെ പ്രസവ സമയത്ത് ഒരാളെ നിർത്താം. അത് എപ്പോഴും സ്ത്രീ ആയിരിക്കണം. പുരുഷന്മാരെ ലേബർ റൂമിലേക്ക് കയറ്റില്ല. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടെ വിസിറ്റേഴ്സിന് അവിടെ അലൗഡ് അല്ല, അതായത് പുരുഷന്മാരെ ലേബർ റൂമിലേക്ക് അലൗഡ് അല്ല. വാർഡിലായിരിക്കുമ്പോൾ വിസിറ്റേഴ്സിന് വാർഡിൻ്റെ പുറത്ത് വെച്ച് കാണാമായിരുന്നു. പക്ഷേ അതിനും ചില ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ ബൈസ്റ്റാൻഡറായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സിസ്റ്ററും എൻ്റെ മാമിയുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ടുപേരാണ്. ഇവർ മാറി മാറിയാണ് നിന്നത്. ഒരാൾ അനിയത്തിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ ഡ്യൂട്ടി ടൈമിൽ എൻ്റെ കൂടെ മാമി നിൽക്കും, അതിനുശേഷം അവൾ വരും. അങ്ങനെ എൻ്റെ ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 15 ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാർച്ച് 30 അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ഓടി നടന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കത് കാര്യമായിട്ട് അതിൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഡെലിവറി ടൈം ബൈസ്റ്റാൻഡറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സിസ്റ്ററും എൻ്റെ മാമിയായിരുന്നു. അവർ മാറി മാറി നിന്നതായിരുന്നു. എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ള 2 ആൾക്കാരാണ് അവരെന്നെ അത്രയും സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പിന്നെ എൻ്റെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, എല്ലാവരുടെയും സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അവർ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യായിരുന്നു. അതിൽ സ്പെഷ്യലായിട്ട് ഞാൻ താങ്ക്സ് പറയുന്നത് എൻ്റെ അച്ഛനോടും അമ്മയോടാണ്. പിന്നെ എൻ്റെ മാമി, അനിയത്തി, ഇവരൊക്കെ എനിക്ക് തന്ന ആ ഒരു പവർ തന്നെയാണ് എനിക്ക് ആ ഒരു ലേബർ റൂമിൽ കാണിക്കാൻ പറ്റും. ഓരോ അനുഭവങ്ങളും ഓരോ പാഠം തന്നെയാണ് ശരിക്കും. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിലല്ല കാര്യം, നമുക്ക് വേണ്ടി എന്തൊക്കെ അവർ ചെയ്തു തന്നു, എങ്ങനെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്നതാണ് കാര്യം. ഡേറ്റിന് 2 വീക്സ് മുൻപേ അഡ്മിറ്റ് ആയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 വീക്സ് മുൻപേ അഡ്മിറ്റ് ആവേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പെയിന് വരുത്താൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് PGE2 തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സെക്കൻഡ് ഡോസിലാണ് എനിക്ക് പെയിന് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 8 ലേബർ റൂമിൽ കയറിയ ഞാൻ ഏപ്രിൽ 10 പുലർച്ചെ 2:41 സെക്ഷൻ ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് കിട്ടുന്നത്. 2 ദിവസത്തിനടുത്ത് ലേബർ പെയിൻ സഹിച്ച് ആണ് എനിക്ക് സെക്ഷൻ ചെയ്തത്. കാരണം എൻ്റെ കുട്ടി താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, അതായിരുന്നു എൻ്റെ പ്രശ്നം. പക്ഷേ ലേബർ പെയിൻ ഞാൻ മുഴുവൻ അനുഭവിച്ചോ എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഡെലിവറി ടൈം കുട്ടിയുടെ വെയിറ്റ് ഉണ്ടായിരുന്നത് 3,125. ലേബർ റൂമിലെ എക്സ്പീരിയൻസ് നമുക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോരോ എക്സ്പീരിയൻസ് ആയിരിക്കും. മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഡേ എന്താണെന്നോ ഇതേത് സമയമാണെന്നോ എന്നൊന്നും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല. കാരണം കംപ്ലീറ്റ് നമ്മൾ വേദന അനുഭവിക്കുകയായിരിക്കും ഉണ്ടായിരിക്കുക. ആഫ്റ്റർ ഡെലിവറിയും എനിക്ക് വളരെ പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കുട്ടിക്ക് മഞ്ഞ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടിയെ NICUയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു പേവാർഡ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു പോകാൻ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. 4th ഫ്ലോറിലാണ്
NICU വരുന്നത്. അതും പോകുന്നത് വളരെ റിസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് ആ ലേബർ പെയിൻ, ആ ഒരു സെക്ഷൻ്റെ പെയിനൊന്നും എനിക്കപ്പോൾ ഒരു കാര്യമേ ആയിരുന്നില്ല. ഞാൻ സെക്ഷന് ശേഷം എന്നെ ICUവിൽ നിന്ന് മാറ്റിയതിന് ശേഷം വാർഡിലേക്ക് മാറ്റി. അതിന് ശേഷമാണ് എനിക്ക് പേ വാർഡിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തം തന്നെയായിരുന്നു. കാരണം എൻ്റെ കുട്ടിയെ കാണാൻ പോകണം, പാല് കൊടുക്കണം. ഈ 3 ഡേയ്സും ഞാൻ ഉറങ്ങാതെ അവൾക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു കുട്ടിയെ കിട്ടുന്നു, അതിനെ കണ്ടു തീരുന്നതിന് മുമ്പേ അതിനെ NICUവിലേക്ക് മാറ്റുന്നു. അപ്പോൾ എനിക്കത് ആ ഒരു സങ്കടം എനിക്കാരോടും പറയാൻ പറ്റാത്തതായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ആ 3 ദിവസത്തെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ശേഷം നമുക്ക് കുട്ടിയെ തിരിച്ച് കിട്ടുകയാണ്. ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഡിസ്ചാർജ് ആവുന്നത്. ഏപ്രിൽ 15-നാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ വിഷുവൊക്കെ നമുക്ക് ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ NICU എക്സ്പീരിയൻസ് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് പിൻപിൽ എൻ്റെ കുട്ടി അത് അവിടെ ഉണ്ട് എന്നതിനേക്കാളുപരി ഒരുപാട് മാസങ്ങളായിട്ട് ചികിത്സയിൽ കഴിയുന്ന അമ്മമാരും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഞാനിവിടെ പറയണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് പറയാതിരിക്കാനും പറ്റുന്നില്ല. എൻ്റെ ഡെലിവറി ടൈം ആയപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡെലിവറി ആക്കുന്നത്, നിനക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ നമുക്ക് വേണം, പക്ഷേ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെലിവറി അല്ലെങ്കിൽ എന്ത് ചികിത്സയും നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെയ്തോളൂ. പക്ഷേ എൻ്റെ താല്പര്യാർത്ഥമാണ് ഞാനിങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. എനിക്കതിൽ യാതൊരുവിധ കുഴപ്പവും തോന്നിയിട്ടുമില്ല. ഗവൺമെൻറ് നമുക്ക് തരുന്ന ഫെസിലിറ്റി അത്രയും നല്ലത് തന്നെയാണ്. ഇവിടുന്ന് എനിക്ക് യാതൊരുവിധ അനുഭവവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തിന് വിഷമിക്കണം? എനിക്കങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ വന്ന് പറഞ്ഞേനെ. എനിക്ക് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് എനിക്ക് ഫസ്റ്റ് അനുഭവമാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞവർ അവർ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് പ്രസവിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല, നമുക്കിവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. ചികിത്സാ ചെലവാണെങ്കിലും വളരെ മിതമായ രീതിയിലാണ് ഇവിടെ ആകുന്നത്. കൂടാതെ നമുക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തെ കാര്യമാണ്. പക്ഷേ ഒരുപാട് വലിയ രോഗങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് നല്ല ആനുകൂല്യങ്ങളും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.